ഗണേഷ് പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ആറാട്ട് കഴിഞ്ഞയുടൻ പാലക്കാട്ടേക്ക് പറന്ന് ബാലഗോപാൽ. ബിന്ദു മേനോന്റെ വീട്ടിലെത്തി നടത്തിയത് അസാധാരണ നയതന്ത്രം. ഒടുവിൽ ഉറ്റ സുഹൃത്തിന്റെ ഫോണിലൂടെ ഭാര്യയോട് വിതുമ്പിക്കൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു, എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഇതോടെ മന്ത്രിയുടെ രാജിയിലേക്ക് വരെ നീങ്ങുമായിരുന്ന കുടുംബകലഹത്തിന് നാടകീയമായ അന്ത്യം. മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന ഘട്ടത്തിൽ ഗണേഷ് കുമാറിന്റെ രക്ഷകനായി അവതരിച്ചത് കേരള കോൺഗ്രസ് ബി ട്രഷററും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ ബാലഗോപാലാണ്. വിവാഹമോചനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഉറപ്പായതോടെയാണ് ബാലഗോപാൽ പാലക്കാട്ടെ ബിന്ദു മേനോന്റെ വീട്ടിലെത്തി മധ്യസ്ഥ ചർച്ച നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട അനുനയ നീക്കങ്ങൾക്കൊടുവിൽ ബാലഗോപാലിന്റെ ഫോണിലൂടെ ബിന്ദു മേനോനും ഗണേഷും സംസാരിക്കുകയായിരുന്നു. തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ മന്ത്രി ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകിയതോടെയാണ് ഭാര്യ പിണക്കം മാറ്റിയത്. ഭർത്താവ് നേരിട്ടൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്ന് ബിന്ദു നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഭാര്യയുടെ പക്കൽ ഫോട്ടോകളടക്കം തെളിവുകളുണ്ടെന്ന വാർത്തകൾ വന്നതോടെ ഗണേഷിന്റെ രാജി ഇടതുമുന്നണി ആവശ്യപ്പെടുമെന്ന സൂചനകളുണ്ടായിരുന്നു. എന്നാൽ പ്രശ്നം ഒത്തുതീർപ്പായതോടെ സർക്കാരിനും മുന്നണിക്കും വലിയ ആശ്വാസമായി. ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച വിവരം ഗണേഷ് അറിയിക്കും. ഒരു സീറ്റ് കൂടി മുന്നണിയിൽ നിന്ന് ലഭിച്ചാൽ ബാലഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഗണേഷ് ലക്ഷ്യമിടുന്നുണ്ട്. ആ വിശ്വസ്ത സുഹൃത്തിന്റെ കരുത്തുറ്റ നയതന്ത്രമാണ് ഇപ്പോൾ കലങ്ങിയ കുടുംബത്തെയും മന്ത്രിസ്ഥാനത്തെയും ഒരുപോലെ കാത്തുരക്ഷിച്ചത്.